അവിടെ വെച്ച് അവർക്ക് വേണ്ടി ഇച്ചിരി ഒരു സമയം കൊടുത്തു, കല്യാണമൊക്കെ കഴിച്ചു. അപ്പോ വലിയ സന്തോഷമായി ആഘോഷമായിട്ട് തന്നെ കല്യാണം എന്ത് ചെയ്തു, നടന്നു. കല്യാണം നടന്നെങ്കിലും രണ്ടെണ്ണം അവിടെ വെച്ച് എന്ത് ചെയ്തു, മരിച്ചുപോയി. നബോമിക്ക് എന്താ ലാഭം? എല്ലാം നഷ്ടപ്പെട്ടു. ജീവിതത്തിൽ ഉണ്ടായിരുന്ന മുഴുവനും നഷ്ടപ്പെട്ടു. ഭർത്താവ് നഷ്ടപ്പെട്ടു, ആൺമക്കൾ രണ്ടുപേരും നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ, ആമേൻ. തൽക്കാലത്തെ ആമേൻ രക്ഷയ്ക്ക് വേണ്ടി, തൽക്കാലത്തെ പ്രയോജനത്തിന് വേണ്ടി അവർ തങ്ങളുടെ ദേശം വിട്ട് അന്യദേശത്തേക്ക് അവർ പോയി. സ്തോത്രം. And as we see in this, the Elimelech, when there was a famine in Bethlehem, they moved as a family, Elimelech and Naomi and two sons. They left the Bethlehem and went to Moabites. When we see the Moabites, they are the cursed people from the God. Like when they moved from Bethlehem, they saw the greenery in Moab and they moved to that place. But when they went to Moab, the Elimelech died, and after the sons got married, but they also didn't live longer, but they also died. In Naomi's situation, she went for a settlement, but there also she has lost everything. And now when we see in this verse, she heard like the country, like Israel was visited by Lord, and Amen. God has given them the bread. Amen. And she arose and she tried to go with her daughter-in-laws. She wants to go back to her Bethlehem. Praise the Lord. ഈ രാജ്യത്ത് പാർക്കുന്ന എല്ലാവരും ഒരു കാര്യം ഓർക്കണം. ഇവിടെ പാർക്കുമ്പോൾ നിങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എത്ര പേര് കൈയൊന്നും പൊക്കണ്ട, നിങ്ങൾ എത്ര പേര് ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്? നമ്മൾ അനുഭവിക്കുന്ന ഈ രാജ്യത്തിന്റെ നന്മയാ. ഈ രാജ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പ്രയോജനകരമായി മുന്നോട്ട് പോകാൻ സാധിക്കൂ. അതുകൊണ്ട് ഇവിടുന്ന് എന്തെങ്കിലും ഏൺ ചെയ്യുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്തോണം, ഈ രാജ്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളിവിടെ വന്നത് ഈ രാജ്യം ഉള്ളതുകൊണ്ടാ. ഇത് പൊട്ടിപ്പൊളിഞ്ഞു പോയാൽ ഞങ്ങൾ സ്ഥലം വിടുമെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. നമുക്ക് സ്ഥലം വിടാൻ പല സ്ഥലങ്ങളുണ്ട്, വിശാലമായ സ്ഥലങ്ങളാണ്. പക്ഷേ ഒരു കാര്യം, ഇത്രയും നാളും നമ്മളെ തീറ്റിപ്പോറ്റിയ, നമ്മൾക്ക് വേണ്ടതെല്ലാം നൽകിയ, സുരക്ഷിതമായ താമസം നൽകിയ, ജോലി നൽകിയ, ഭക്ഷണം നൽകിയ ഈ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? എല്ലാം മറന്നാലും ഈ രാജ്യത്തെ നമ്മൾ മറക്കരുത്. ഈ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. Praise the Lord. Yes. Hallelujah. I request everybody of you, as you all came to this nation, and Amen. this nation has provided you the food, the bread and the shelter and everything. That is your responsibility, that you should pray for this nation. Because of this nation only, because this nation's blessed, you are getting the blessing of this nation. So you are accountable to pray for this nation. Praise the Lord. ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം, നിങ്ങൾ ഒരുമിച്ച് എല്ലാ ദിവസവും നിങ്ങൾ പാർക്കുന്ന ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം ഈ രാജ്യത്തെ സന്ദർശിക്കും. ദൈവം ഈ രാജ്യത്തെ സന്ദർശിക്കും. ആമേൻ. ഇവിടെ നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. As I want to say, like when Praise the Lord. come together, and every day if you pray to the Lord for this nation, I'm only saying that the God is going to visit to this nation. The Lord is going to change the situation of this nation. Whatever is lost by this nation, the Lord will give it back and bless this nation. Let us all come together with one hearted. Let us all pray to the God, and let us pray for this nation. Praise the Lord. Hallelujah. ദൈവം ബേത്ലഹേമിനെ സന്ദർശിച്ച കാര്യം നബോമി മോവാബിൽ ഇരുന്നെന്ത് എന്നറിയാമോ? അത് മനസ്സിലാക്കിയപ്പോൾ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ അവൾക്ക് മനസ്സ് തോന്നിയില്ല. തന്റെ കുറവ് അവൾക്ക് മനസ്സിലായി. തന്റെ ജനത്തിന്റെ നാട്ടിലേക്ക്, ദൈവത്തിന്റെ ആ ഭവനത്തിലേക്ക്. ബേത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അപ്പത്തിന്റെ ഭവനമാണ്. അവൾ പോയത് അപ്പത്തിന്റെ ഭവനത്തിൽ നിന്നാണ്. ഇന്നിതാ അവൾ അപ്പത്തിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരികയാണ്. നിങ്ങളെ തീറ്റിപ്പോറ്റുവാൻ, നിങ്ങളെ അനുഗ്രഹിക്കുവാൻ, നിങ്ങളെ സഹായിപ്പാൻ, നിങ്ങൾക്ക് വേണ്ടി സകലതും ഒരുക്കി തരുവാൻ കഴിവുള്ള ആ രാജ്യത്തേക്ക് നവോമി മടങ്ങി വരികയാണ്. Now when we see here, Naomi has heard about the Bethlehem, that the Lord has visited Bethlehem. Well, even the meaning of the Bethlehem is the house of bread. So now when she heard like the Lord has visited Bethlehem and has blessed it, she didn't waste her time. She just when she heard, she left it for Bethlehem, where she was belonged. ദൈവം സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ അവൾ
മടങ്ങി വന്ന നവോമിയുടെ അനുഭവം നിങ്ങൾക്ക് അറിയാമല്ലോ. വിശദീകരിക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ല. ഹല്ലേലൂയ. വലിയ കൂമ്പാരം ആമേൻ ദൈവം അവൾക്ക് വേണ്ടി, മരുമകൾക്ക് വേണ്ടി ആ ദേശത്ത് കരുതിയിട്ടുണ്ടായിരുന്നു. പ്രതീക്ഷിക്കാത്ത വയലുകൾ ദൈവം അവൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ടായിരുന്നു. ദൈവത്തിന്റെ പൈതല്, ദൈവം സന്ദർശിക്കുമ്പോൾ നമ്മുടെ ഞെരുക്കം മാറും. ദൈവം സന്ദർശിക്കുമ്പോൾ നമ്മുടെ രോഗം മാറും. ദൈവം സന്ദർശിക്കുമ്പോൾ നമ്മുടെ സങ്കടം മാറും. ദൈവം സന്ദർശിക്കുമ്പോൾ നമ്മുടെ സ്ഥിതി മാറും. ദൈവം സന്ദർശിക്കുമ്പോൾ നിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറും. എന്റെ ദൈവത്തിന്റെ സന്ദർശനം അവൻ നമ്മുടെ മേൽ വരുവാൻ ഇന്ന് രാത്രി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. Mother-in-law were visited back to Bethlehem, where the God has visited. When they came back, there was a great miracle in their life. There was a Jesus. great things that God has planned for them. Hallelujah. As we go through the verse, we can see that the great Amen. blessings that God has kept for them in Bethlehem. So in our life, when the Lord visited in our life, when Jesus. the Lord visited, our situations will change, our Amen. health status will change, or all the financial situation, every situation where we have going into the down phase, every hallelujah. situation God will going to bless us. Praise the Lord. Hallelujah. ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നു, പട്ടിണി കൊണ്ട്, പ്രയാസം കൊണ്ട്, എരിവിലി കൊണ്ട് മിസ്രയീം ദേശത്ത് ദൈവം സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ അവൻ 41-ാം അധ്യായം അതിന്റെ 56-ാം വാക്യത്തിൽ വരുമ്പോൾ യോസേഫ് പാണ്ഡികശാല തുറന്നു. യോസേഫ് പാണ്ഡികശാല തുറന്നു. ആ വചനത്തിൽ നിന്ന് സംസാരിക്കാൻ എനിക്ക് സന്തോഷമുണ്ടായിരുന്നു. അവൻ ദൈവം, ഹല്ലേലൂയ, അവൻ നിനക്ക് വേണ്ടി തുറക്കുന്ന ദൈവമാണ്. യോസേഫ് പാണ്ഡികശാല തുറന്നു. നിന്റെ ക്ഷീണം മാറ്റാൻ, നിന്റെ വിശപ്പ് മാറ്റുവാൻ, നിന്റെ സകല കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കി തരുവാൻ, ഹല്ലേലൂയ, യോസേഫ് പാണ്ഡികശാല തുറന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ ദൈവമക്കളെ, നമ്മുടെ സ്ഥിതി ദൈവം മാറ്റാൻ പോവുകയാണ്. നമ്മുടെ അവസ്ഥ ദൈവം മാറ്റാൻ പോവുകയാണ്. നമ്മുടെ സങ്കടം ദൈവം മാറ്റാൻ പോവുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സന്ദർശിക്കും. അത് കഴിഞ്ഞ് യോസേഫ് പറയുകയാണ്, നമ്മൾ ആദ്യം വായിച്ച വചനത്തിലേക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, ദൈവം നിങ്ങളെ അവിടേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് മാത്രമല്ല, ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ എന്റെ അസ്ഥികളും കൂടെ എന്ത് ചെയ്യണം? അസ്ഥി പോലും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ അസ്ഥിയെ കുറിച്ച് പോലും ഉണ്ടാ. ഹല്ലേലൂയ. മിസ്രൈമിൽ ഇട്ടേച്ച് പോയേക്കാം, അവിടെ നമുക്കൊരു പുരുഷൻ നാട്ടിൽ വെച്ചേച്ച് പോയേക്കാന്നല്ല. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ ആണ്ടി കൊണ്ടുപോയി വെഴുതിരി എത്തിക്കുന്ന പരിപാടിയല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഈ അസ്ഥിയെ ഒരുക്കി വെച്ചേച്ച് പെട്ടിയുടെ അടുക്ക് വന്ന് എല്ലാരും നമസ്കരിച്ചോളൂ നല്ല യോസഫ് പറഞ്ഞത്. അവിടെ തൊട്ടെറിഞ്ഞേച്ച് എന്ത് ചെയ്യുക? ഇതെന്താ യോസഫിന്റെ അസ്ഥി അടക്കം ചെയ്ത തിരുശേഷിപ്പ്. ഈ തിരുശേഷിപ്പിന്റെ മുമ്പിൽ പോയി നമസ്കരിക്കാൻ പറഞ്ഞില്ല. തിരുശേഷിപ്പല്ലയോ? തിരുശേഷിപ്പ്. അവര് പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്തെന്ന് അറിയാമോ? യോസഫ് പറഞ്ഞതുപോലെ തന്നെ അവർ ചെയ്തു. ഹല്ലേലൂയ. അവരവിടെ നിന്ന് വിടുതൽ പ്രാപിച്ചു പോകുമ്പോൾ അവരുടെ കയ്യിൽ മരുഭൂമിയിൽ ഒരു പെട്ടിയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആ പെട്ടി അവർ മറന്നില്ല. ആ പെട്ടിയും കൂടെ എടുത്തോണ്ട് പോയി. അത് പോകുമ്പോൾ ഹല്ലേലൂയ, ഈ പെട്ടി വാക്കും ഭാഷണവും കൂടാതെ വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ ഒരു കാലത്ത് ഞങ്ങൾ നിന്ദിതരായിരുന്നു, ഒരു കാലത്ത് ഞങ്ങൾ പീഡിതരായിരുന്നു, ഒരു കാലത്ത് ഇവർ ഞങ്ങളെ ഉപദ്രവിച്ചവരാണ്. അവൻ ഇവിടെ കിടന്ന് ഞങ്ങൾ കഷ്ടപ്പെട്ടെങ്കിലും ദൈവം ഞങ്ങളെ സന്ദർശിച്ചു. വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക് ഞങ്ങൾ ഇതാ പോവുകയാണ്. ദൈവത്തിന്റെ മക്കളെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന പ്രത്യാശയ്ക്കായി സ്തോത്രം. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ വരുവാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വരുവാനുള്ള തേജസ് ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് അവർ പെട്ടി വന്ന് നടക്കുകയാണ്, വാഗ്ദത്ത നാട്ടിനെ ലക്ഷ്യമാക്കിക്കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ.
As we see here, when there was a famine in Egypt, and there was when the people of the Lord were going through the hunger and all. At that time, Joseph has opened the doors of the storehouse, and there was plenty of food for them. And in the trial times also, when we go through the starting verse, when he says that when the Lord will visit you, don't forget when God will take you to the land that is promised to Abraham, Isaac, and Jacob. You don't forget to take my bones to the nation, or to the promised land. When it is not only the Lord is caring about you, but even your bones, the God is going to take care of that. When they were taking the bones to the promised land, it shows that they want to show that even though we had a very hard time in Egypt, we had trials and temptations in Egypt, but Lord has visited us and changed our situation, and He is taking us and He's blessed us, and He has taken us to a promised land. And when the situation, when the God has visited in their lives, their situation has been changed. Hallelujah. ദൈവമക്കൾ ദൈവസന്നിധി തലകളെ വണക്കാൻ സമയം പോയതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഒരു നിമിഷം തങ്ങളുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കിയിട്ട് കേട്ട വചനത്തിന്റെ മുൻപിൽ തങ്ങളെ തന്നെ താഴ്ത്തിക്കൊണ്ട് നമ്മുടെ പ്രത്യാശയെ ഒന്ന് പുതുക്കാം. Hallelujah. Let us go ahead and pray to the God. Let us, whatever the promise that God has given us, let us remember that. Amen. Hallelujah. ദൈവം നിങ്ങളെ സന്ദർശിക്കും. ദൈവം നിങ്ങളുടെ സ്ഥിതി മാറ്റും. ദൈവം നിങ്ങളുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തും. പുതുവഴികളെ ദൈവം തുറന്നു തരും. Hallelujah. നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ആ നിത്യ കനാലിൽ നമ്മൾ എത്തുന്നത് വരെ പ്രത്യാശയോടെ മുൻപോട്ട് പോകുവാൻ ഈ ദൈവവചനം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. When God is going to visit you, He is going to change your situations. He is going to change your status. Let us all hope for the Lord, for the promise of the Lord in our mind, and let us look forward for it. And in that all we can just wait for the Lord. Amen. Hallelujah.